ഒരു നേരമെങ്കിലും ഓർക്കാതെ വയ്യല്ലോ പ്രിയങ്കരിയാമെൻ്റെ പൊന്നമ്മയേ. ഒരു നേരമെങ്കിലും ഓർക്കാതെ വയ്യല്ലോ പ്രിയങ്കരിയാമെൻ്റെ പൊന്നമ്മയേ. ചിങ്ങം പിറന്നെന്നാൽ ഓണക്കാലമായാൽ ഓർമ്മകളിൽ എന്നും ഓടിയെത്തും അമ്മ, ഓർമ്മകളിൽ എന്നും ഓടിയെത്തും. ചിങ്ങം പിറന്നെന്നാൽ ഓണക്കാലമായാൽ ഓർമ്മകളിൽ എന്നും ഓടിയെത്തും അമ്മ, ഓർമ്മകളിൽ എന്നും ഓടിയെത്തും. ഓർമ്മകളിൽ എന്നും ഓടിയെത്തും അമ്മ, ഓർമ്മകളിൽ എന്നും ഓടിയെത്തും. പ്രിയമുള്ളവരെ, അങ്ങനെ കർക്കിടക മാസം കഴിഞ്ഞു. ഇന്ന് ചിങ്ങം 1 ആണ്ടുപിറവി ദിനമാണ്. എനിക്ക് ഈ ദിവസം, അല്ലെങ്കിൽ ഈ ദിവസം മാത്രമല്ല, ഓണം, വിഷു അതുപോലുള്ള പ്രത്യേക വിശേഷ ദിവസങ്ങളൊക്കെ വന്നാലേ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, പിന്നെ എൻ്റെ അയൽവക്കത്തുള്ള എനിക്ക് കളിക്കൂട്ടുകാരായിരുന്നവർ, ഇവരെ പറ്റിയൊക്കെയുള്ള ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ വല്ലാതെ ഒരു തിരയിളക്കം ഉണ്ടാക്കുന്ന അവസരമാണ്. അപ്പോൾ ഇന്ന് ആണ്ടുപിറവിയാണ്. നമുക്ക് എന്തെല്ലാം കഴിഞ്ഞു പോയ കാല ഓർമ്മകളുണ്ടെങ്കിലും എപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മ അമ്മയെ പറ്റിയുള്ള ഓർമ്മ തന്നെയാണ്. എൻ്റെ അമ്മക്ക് ഈ ആണ്ടുപിറവി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നോക്കിയിരുന്നതായിരുന്നു എൻ്റെ അമ്മ. അമ്മയുടെ വിശ്വാസം ഈ ആണ്ടുപിറവി ദിനം ചിങ്ങം 1-ാം തീയതി നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവർ മനഃശുദ്ധിയുള്ള ആളായിരിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആണ്ട് മുഴുവൻ നമുക്ക് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് അമ്മയുടെ വിശ്വാസം. അപ്പം അമ്മ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി കണ്ടുപോന്നിട്ടുള്ളതാണ് അമ്മ ചെയ്യുന്ന ശീലങ്ങൾ. അമ്മ കർക്കിടക മാസത്തിൽ എല്ലാം വീടെല്ലാം വൃത്തിയായിരിക്കും. എന്നാലും ആണ്ടുപിറവിക്ക് മുൻപായി ഒന്നുകൂടിയൊക്കെ വൃത്തിയാക്കി നമുക്ക് ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായ പഴയ സാധനങ്ങൾ, പഴയ ചൂല്, പഴയ മുറം, കുട്ട, അതുപോലെയുള്ള സാധനങ്ങൾ എല്ലാം കത്തിച്ച് കളഞ്ഞ്, പിന്നെ വീട്ടിലുള്ള നിലവിളക്ക് തുടങ്ങിയ ഓട്ടുപാത്രങ്ങളെല്ലാം നല്ല തുമ്പയും ചാരവും ഇട്ടാണ് അമ്മ തേച്ച് മിനുക്കിയിരുന്നത് അന്നത്തെ കാലത്ത്. ഇപ്പോൾ തുമ്പ, ചാരം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. കാരണം ഇപ്പം തുമ്പച്ചെടി നമുക്ക് പറമ്പിൽ ഒരിടത്തും കാണാനുമില്ല. ചാരം നമ്മളിപ്പോൾ അടുപ്പ് കത്തിക്കൽ കുറവല്ലേ, വളരെ കുറച്ച് പേരെ അടുപ്പൊക്കെ ഇപ്പോൾ കത്തിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ചാരവും ഇപ്പം അത്ര സുലഭമല്ല. ഇപ്പം നമ്മൾ വേറെ പല മാർഗങ്ങളിലൂടെയാണ് ഓട്ടുപാത്രങ്ങളൊക്കെ വെളുപ്പിക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മയുള്ള കാലത്ത് ഇങ്ങനെയായിരുന്നു ചെയ്യുന്നത്. തുമ്പച്ചെടിയും ചാരവും കൂടി കൂട്ടിപ്പിടിച്ച് നല്ല അമർത്തി തേച്ച് എടുക്കും. അപ്പോൾ നല്ല സ്വർണം കഴുകി എടുത്തു കഴിഞ്ഞാൽ സ്വർണം പോലെ നിലവിളക്കും മറ്റു ഓട്ടുപാത്രങ്ങളെല്ലാം തിളങ്ങുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് വെച്ചിട്ട് പിന്നെ 1-ാം തീയതി നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരാരായിരിക്കുമെന്നല്ലേ, അത് അമ്മ അതിനൊരു സൂത്രം പ്രയോഗിക്കുമായിരുന്നു. ഞങ്ങളുടെ 4 ചുറ്റും അയൽവക്കങ്ങളുണ്ട്. എല്ലാ അയൽവക്ക വീടുകളുമായിട്ടും ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു പണ്ടും ഇപ്പോഴും. അപ്പോൾ അമ്മയ്ക്ക് ഈ അയൽവക്കത്ത് ഉള്ള അമ്മയോട് എല്ലാവർക്കും സ്നേഹമാണ്. അപ്പോൾ നല്ല മനസ്ഥിതി ഉള്ളവരെന്ന് അമ്മ വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. അതിലാരെങ്കിലും ഒരാളെ തലേ ദിവസം തന്നെ അമ്മ പോയി കണ്ട് പറഞ്ഞ് ഏർപ്പാടാക്കും. നാളെ രാവിലെ എൻ്റെ വീട്ടിലൊന്ന് വന്ന് കയറണേ, കുളിച്ചിട്ട് വേണം കേട്ടോ വരാനെന്നും പറയും അവരോട്. അവർ സമ്മതിക്കും. അപ്പോൾ പിറ്റേന്ന് ചിങ്ങം 1-ന് വെളുപ്പിനെ തന്നെ അമ്മ എഴുന്നേറ്റ് കുളിച്ച് നിലവിളക്കൊക്കെ കത്തിച്ച് തലേ ദിവസം ഏർപ്പാടാക്കിയ അതിഥി വരാനായി കാത്തിരിപ്പാണ്. അങ്ങനെ അമ്മ ഏർപ്പാടാക്കിയ അതിഥി കടന്നു വരുന്നു, നിറചിരിയോടെ കടന്നു വരുന്നു. അമ്മ സന്തോഷത്തോടെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി ഇരുത്തി
നല്ല വിശേഷങ്ങളൊക്കെ കുറച്ചു നേരം പറഞ്ഞ് കുടിക്കാനും ഒക്കെ കൊടുത്ത് സന്തോഷമായി അവരെ യാത്രയാക്കുന്നു. ഇവരിങ്ങനെ പടി കടന്ന് പോയി കഴിയുമ്പോൾ അമ്മയുടെ മുഖത്തൊരു ചിരിയുണ്ട്. ആ ചിരി ഒരു വർഷക്കാലത്തെ ഐശ്വര്യം ഉറപ്പ് വരുത്തിയതിൻ്റെ ഒരു സന്തോഷ ചിരിയാണത്. ഇതായിരുന്നു എൻ്റെ അമ്മയുടെ ആണ്ടുപിറവി ശീലങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. പക്ഷേ അമ്മ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇപ്പോൾ എനിക്ക് പറ്റാറില്ല. എന്നാലും അമ്മയുടെ കുറേ ശീലങ്ങൾ, കുറേ വിശ്വാസങ്ങൾ, പിന്നെ കുറേ മാമൂലുകൾ, ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം ഒന്നും നടപ്പിലാക്കാൻ പറ്റാറില്ല എല്ലാം. എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എനിക്കും വളരെ ചുരുക്കം ഓട്ടുപാത്രങ്ങളേ ഉള്ളൂ. അതൊക്കെ ഞാനും ആണ്ടുപിറവിയോടനുബന്ധിച്ച് തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ നിലവിളക്കും മറ്റു പാത്രങ്ങളും. ഞാനും ഇത് മിനുക്കി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ തേച്ച് മിനുക്കി വെച്ചിട്ട് ദൂരെ മാറി നിന്ന് ഇതിൻ്റെ ഈ മിനുക്കവും ഈ ഭംഗിയുമൊക്കെ ആസ്വദിക്കാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതൊരു ശീലമാണ് എൻ്റെ. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു സാമീപ്യം അറിയുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടുപാത്രങ്ങളൊന്നും ഒത്തിരി മങ്ങിയിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര തിരക്കാണെങ്കിലും അല്ലെങ്കിൽ എത്ര സുഖമില്ലായ്മ വന്നാലും ഞാൻ എങ്ങനെയും ഇതുപോലെയൊക്കെ തന്നെ സൂക്ഷിക്കും എപ്പോഴും.